വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു. കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി വസന്തമോ വന്നു കഴിഞ്ഞു, പഞ്ചമിയും വന്നണഞ്ഞു. വന്നില്ലെൻ കണ്ണിൻ മുന്നിൽ വരേണ്ടയാൾ മാത്രം. വാസന്ത പഞ്ചമി പഞ്ചമി നാളിൽ. വന്നവൻ മുട്ടി വിളിക്കേ വാതിൽ പൊളി തുറക്കുവാൻ വളയൊച്ചകൾ കേൾപ്പിക്കാതെ ഒരുങ്ങി നിൽക്കും ഞാൻ. ആരുമാരും വന്നതില്ല, ആരുമാരും അറിഞ്ഞതില്ല, ആരുമാരും വന്നതില്ല, ആരുമാരും അറിഞ്ഞതില്ല. ആത്മാവിൻ സ്വപ്നവുമായി കാത്തിരിപ്പു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു. കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ. പാർവണ, എന്താ പറ്റി? വെള്ളം പറ്റിപ്പോ? കുളവോ മോളെ? ഭാരതപ്പുഴയോ? വെള്ളം പറ്റിപ്പോയെന്ന്. ഇവിടെ വെള്ളമില്ല നിങ്ങക്ക്, പിന്നെ അത് കുടിച്ചൂടെ? തൊണ്ടയിലെ വെള്ളം. അപ്പൊ അത് കഴിഞ്ഞിട്ടോ? പിന്നെ ഇടയ്ക്ക് ഇനി നിങ്ങളൊക്കെ ഇവിടെ വരുമ്പോ ഒരു ബോട്ടിലില് ഒരു സ്ട്രോയില് വെള്ളം സൈഡിൽ വെക്കുക. കുടിക്കാൻ പാട്, കുടിക്കാൻ പാട്. ഓക്കെ, ചോദിച്ചു വെക്കാം. രാഹുലേട്ടാ തുടങ്ങൂ. മോളെ, ചില സ്ഥലങ്ങളിൽ വാസന്ത എന്ന് പാടുന്ന എനിക്കൊന്ന് ഓപ്പണിംഗ് ലൈൻ തന്നെ അല്ലാണ്. ഫസ്റ്റ് തന്നെ മോള് എന്താ പറയണമെന്ന് ക്ലിയർ ആകാത്ത പോലെ തോന്നി. ഒന്ന് ഭയങ്കരമായിട്ട് ഒതുക്കി പാടണ പോലെ തോന്നി. ഒത്തിരി കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് പാടിയാൽ നന്നായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. സംഗതികളെല്ലാം മോള് മാക്സിമം നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്, റെൻഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ മനസ്സ് ഒരു ടോട്ടാലിറ്റിയിലൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു തോന്നിയോ? സ്വയം പറ. ചെറുതായിട്ടല്ലേ മോളെ? അപ്പം അതാണ് നമ്മൾ മനസ്സ് എവിടെയോ ഉണ്ട്, അതാണ് നമുക്ക് ആ വേർഡ് മറന്നുപോയത്. നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടല്ലേ വന്നത്, പ്രാക്ടീസൊക്കെ ചെയ്തിട്ട്. പക്ഷേ എവിടെയോ മോളെ ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ പാടുന്നതിൻ്റെ ഇടയിൽ നമ്മളെ നോക്കുന്നുണ്ട്, നമ്മളെ നോട്ട് ചെയ്യണ്ടോ നോക്കുന്നുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കരുത്. നമ്മൾ വേറെ ലോകത്തായിരിക്കണം, എന്നാലേ നമ്മളുടെ കൂടെ മറ്റാളുകളും ആ ലോകത്തേക്ക് വരുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ വേണ്ട. അപ്പോൾ അടുത്ത പ്രാവശ്യം മോള് പാടുമ്പോൾ ഇതൊന്നും പുറത്ത് നടക്കുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. നമ്മളെ
നമ്മൾ ഇമോഷണലി അത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല ഒരു രീതിയിൽ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളോ പേന എടുക്കുന്നുണ്ടോ ഇതൊന്നും മോൾ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ പേന എടുത്ത ചൊറിയാൻ വേണ്ടിയാ. ആവാലോ. പേന എടുക്കുന്നത് നല്ലത് എഴുതാൻ വേണ്ടി ആയിക്കൂടെ? പിന്നല്ലാതെ നല്ല എക്സാക്ട്ലി നല്ലത് എഴുതാനായിക്കൂടെ. ബ്യൂട്ടിഫുൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ബട്ട് മോള് നന്നായിട്ട് പാടി, ഒരു കുഴപ്പമില്ല. പക്ഷെ ചില ഈ പറഞ്ഞ പോലെ വാസന്ത പലയിടത്തും ദ വേ യു ഡെലിവേർഡ് അത് എന്തോ ഒരു കറക്റ്റ് ആയില്ലെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഓപ്പണിംഗ് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വാസന്ത ഒന്നും അങ്ങനെ എന്തോ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. പിന്നെ എവിടെയോ 2 ട്രാക്ക് വന്ന പോലെയൊക്കെ തോന്നി അല്ലേ, കട്ട് ചെയ്തിട്ടൊക്കെ. ഇത് മോളെ ശ്രദ്ധയാണ് മോളെ. ഇന്ന് മോൾക്ക് ആകെ പറ്റിയത് യുവർ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, അതൊന്നുമല്ല. പാട്ടിന്റെ പ്രശ്നമൊന്നുമല്ല കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ. താങ്ക് യു സർ. ഗോഡ് ബ്ലെസ്. താങ്ക് യു രാഹുലേട്ടാ. മക്കളെ കുഞ്ഞാടെ ഓ നല്ല പാട്ട് മോള് നന്നായിട്ട് പാടിയടാ. ഇത് ഇനി നിങ്ങൾ വിഴുങ്ങല്ലേ. അത് നമ്മൾ ഈ പറയുന്ന അതൊരു കുഴപ്പമല്ല എന്ന് പറഞ്ഞാലും അതൊരു ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അല്ല അത് അന്നാ ഞാൻ ഒന്ന് വിഴുങ്ങിട്ട് വരട്ടെ. അങ്ങനെ കേട്ടോ മോളെ, അത് എന്താന്നുള്ളത് നിങ്ങളെ പറ്റിയല്ലേ നിങ്ങൾക്കല്ലേ അറിയാവുന്നത്. ഇപ്പം എന്നെക്കുറിച്ച് ഏറ്റവും ഭംഗിയായിട്ട് അറിയാവുന്ന ഒരാൾ ഞാനാണ് അല്ലേ. അപ്പോൾ എനിക്കത് ഇന്നത് ചെയ്താൽ കുഴപ്പമാകുന്നുണ്ടെങ്കിൽ ഇന്നത് ചെയ്താൽ ഇന്നലെ പനി പിടിക്കും എന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പനിക്കോള് ഉണ്ടെങ്കിൽ എനിക്ക് ഞാനൊരു മരുന്നെടുത്ത് നേരത്തെ കഴിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്, എൻ്റെ കാര്യമല്ലേ. അപ്പോൾ മോൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? മോള് തന്നെ നല്ല ബ്രില്യൻ്റാണ്. നിന്നെ കാണുമ്പോഴേ അറിയാം. നീ ഉള്ള ഓരോ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്ന ഓരോരുത്തരെ കൈകാര്യം ചെയ്യുന്നതും വളരെ ബ്രില്യൻ്റായിട്ടാണ്. നിൻ്റെ ബുദ്ധി മുഴുവൻ അതിനകത്തിട്ടേക്കാം. ഇപ്പോൾ ഈ കാര്യത്തിലും കൂടെ അത് വേണമെന്നാണ് ഞാൻ പറയുന്നത്. മക്കളാ വാസന്ത ഒന്ന് പാടാമോ? അതെന്താണത്? അങ്ങ് വരട്ടെ മക്കളെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അത്രേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ മക്കളെ വരേണ്ടയാൾ മാത്രം. ആഹാ അത്രേ ഉള്ളൂ. അത് കറക്റ്റായി. ഇപ്പം അത് അതിനൊരു സുഖമുണ്ട്. ഓടിച്ചെല്ലും താരിണി കണ്ണീരുപ്പി ഓടിച്ചെല്ലും ഒന്നുകൂടെ നന്നായിട്ട് ഓടിച്ചെല്ലാം മോളെ. ഇത് ഇടയ്ക്ക് ഏതോ ഒരു കല്ലി തട്ടി. ഓടിച്ചെല്ലും അത് ശരിയായിക്കോണം. അത് കുറച്ചും കൂടെ അതിന് ഒരു ലൈഫ് വേണം മോളെ പാടുന്നതിന്. ആരും മതി മോളെ. അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കിക്കോളുക കേട്ടോ. അത്രേ ഉള്ളടാ മുത്തേ. ചേച്ചി പാർവണ ഓ നന്നായിരുന്നു മോളെ. താങ്ക് യു നൈസ്. മാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ പാട്ട് അതിൻ്റെ റെക്കോർഡിൽ കേൾക്കുന്ന സമയത്ത്, അതായത് വിഷ്വലോടുകൂടി കാണുന്ന സമയത്ത് അതിനൊരു ടെക്സ്ചർ ഉണ്ട്. ആ പാട്ട് പ്ലേ ചെയ്ത് നമ്മൾ കേൾക്കുമ്പോൾ ജാനകിയമ്മയുടെ വോയിസ് അങ്ങനെയാണ് അതിലേക്ക് കൂടി നമ്മൾ കേൾക്കുന്നത്. ആ ഒരു ഫീല്, ആ ഒരു ഫ്രീക്വൻസി, ഈ കുട്ടി ഇപ്പം മോള് പാടിയതിൻ്റെ ഒരു വാസന്ത പഞ്ചമി നാളിൽ അങ്ങനെയാണത് കേൾക്കുന്നത്. മോളെ എനിക്ക് തോന്നുന്നു അത് ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട്. ആ ഒരു ശൈലി ഇതിനകത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ചില ഭാഗങ്ങൾ കേട്ടപ്പോഴത്തേക്ക് ആ റെക്കോർഡിലുള്ള ആ ഒരു ഫീൽ എനിക്ക് എവിടേക്കോ തോന്നി. നന്നായി പാടാൻ ശ്രമിച്ചു മോള്. താങ്ക് യു മാം. അതായത് ഇങ്ങനെ ഒരുപാട് പേടിച്ച് വെപ്രാളപ്പെടേണ്ട കാര്യമില്ല. മോൾക്ക് ഈസി ആയിട്ട് ഇത് പഠിച്ച് പാടാവുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ നന്നാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് കേൾക്കുമ്പം വളരെ സിമ്പിളായിട്ട് തോന്നുന്നൊരു പാട്ടാണ്. പക്ഷെ ഇത് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം ഈ പാട്ടിൽ കൂടുതലുള്ളത് അതിൻ്റെ ഒരു സോളാണ്, ഒരു ഭാവം എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. വരികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം എന്ത് മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് ഭാസ്കര മാഷ്. അതും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ട്യൂണ്. അപ്പോൾ നമുക്കത് കേൾക്കുമ്പം ശരിക്കും ഒരു പ്രിയതമനെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി അതങ്ങ് ഫീൽ ചെയ്യാം. ഓടിച്ചെല്ലും ഞാൻ ഓരോ ഭാഗത്ത് ഞാൻ സത്യത്തിൽ മോളുടെ ഈ ഓരോ തെറ്റുകുറ്റങ്ങൾ എഴുതുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആ പാട്ട് ശരിക്കും ജാനകി അമ്മ പാടിയ ആ ഒരു പാട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്ര മനോഹരമായൊരു ഗാനം. അത് മോള് ചെറിയ രീതിയിൽ മോൾക്ക് പറ്റുന്ന ആ ഒരു കുഞ്ഞു പ്രായത്തിൽ പറ്റുന്ന പോലെ അത് ഒന്ന് എടുത്ത് പാടാനുള്ള ശ്രമം നടത്തി.
ശ്രമം വിജയിച്ചില്ല എന്നല്ല, നന്നായിരുന്നു, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല. അത്രയും മഞ്ജരയുടെ നല്ലൊരു brother ആയിരുന്നു. ധൈര്യമായിരുന്നു. അതെ, അറിയാമോ? എന്റെ ബ്രദർ ആയിരുന്നു ചാൾസ് ശോഭരാജ്. ചാൾസ് ശോഭരാജിനെ അറിയാം മക്കൾക്ക്? കേട്ടിട്ടുണ്ട്. കേട്ടോ? ആ, അതല്ലേ ഇപ്പൊ ഇവിടുത്തെ എവിടെ കാര്യം. മോള് കേട്ടോന്ന് പറഞ്ഞേ? ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. എങ്കയോ ഇപ്പൊ കേട്ടു, അത്ര തന്നെ. ഏതോ സിനിമയില് ഡയലോഗിന്റെ ഇടയ്ക്കല്ലേ? പിന്നെ ഈശ്വരാ, പിന്നെ അല്ലാതെ ഈ പേര് മാറ്റന്നേ കേൾക്കാൻ ഒരു chance ഇല്ല പോയല്ലോ. മക്കളെ. കൈവിട്ട് പോയല്ലോ. എന്തായാലും മോള് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, രാഹുൽ ചേട്ടനാണെങ്കിലും ശരത് സാർ ആണെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് എടുത്ത് അത് കുറച്ചുകൂടി ഭംഗിയായിട്ട് പാടാം. ചില ഭാഗങ്ങൾ എനിക്കിപ്പോ വീണ് കിട്ടിയത് ചരണം മാത്രമാണ്, ബാക്കി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഓക്കെ മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. കൊച്ച ആകെ ആശയക്കുഴപ്പത്തിലായി. ഇതിപ്പോ ഉപദേശിച്ചതാണോ അതോ ഹൃദയത്തിൽ തട്ടിയതാണോ? ചേച്ചി മോക്ക് ഞാന് ഈ ഒരു പെർഫോമൻസിന് 8.1. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ മോളെ 8.3. താങ്ക് യു സർ. രാഹുലേട്ടാ ധ്യാനിക്കുന്നു. 8.2. താങ്ക് യു സർ. ടോട്ടൽ 24.6. പോരാ, നമുക്ക് അടുത്ത നല്ല മാർക്ക് വാങ്ങണം. ഓക്കെ.